ഓടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് വന്നാട്ടെ തിന്നാട്ടെ ഒരുമിച്ച് നിന്നാട്ടെ തിരുവോണ ദിവസം വെളുപ്പിനെ ഓഫീസിൽ നിന്ന് വന്ന ഞാൻ 1 മണിക്ക് എന്നെ വിളിച്ചോണ്ട് വന്ന് ഒന്ന് ഉറങ്ങാന്ന് വെച്ചപ്പോതാ അവിടെ നിന്റെ മണ്ണ് വെട്ടുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്തപ്പൂടാണ്. നീ വിട്ട് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് പിന്നെ കാണിച്ചു വേണോ അത് വേണം പൊളിച്ചത്. പേടില്ലല്ലോ നടത്തി വെച്ചിട്ട് മൂന്നേ മുക്കാലിന് അത്തപ്പൂ ഇട്ട് കഴിഞ്ഞ് ഉറക്കം വരും. ഇന്നലെ അത്തപ്പൊക്കെ ഇട്ടിട്ട് കിടന്നപ്പോൾ 3:45 കഴിഞ്ഞുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ താമസിച്ചു. ഒരു 10:15 രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഇതത് എഴുതി കുറിച്ചൊക്കെ വന്നിട്ട് ഞാൻ വീട്ടിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഓണമായിട്ട് ലീവൊന്നും എനിക്കൊന്നുമില്ല, പണിയെടുക്കണം. അപ്പം ഇനി സദ്യ കഴിക്കാൻ പോകും. സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പണിയെടുക്കാം. ശരി, അപ്പം സദ്യ കഴിച്ചിട്ട് കഴിച്ചിട്ട് വന്നു. ഇനി ബാക്കി പണിയെടുക്കാൻ പോകും. പിള്ളേർ സെറ്റ് അല്ല, അവിടെ എന്തൊക്കെയോ പരിപാടി വളരണ്ടായിരുന്നു. പിന്നീട്ടിരുന്നാൽ മതിയായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇനി പരിപാടിയൊന്നുമില്ല. തിരുവോണം എത്ര ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ രാത്രി പ്രോഗ്രാമൊക്കെ എന്തെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും. അപ്പോൾ കാണിച്ചു തരാം. ഒരു കൊച്ചിരുന്ന് ഓണമായിട്ട് പണിയെടുക്കുന്നത് എല്ലാം വയ്യാതിരിക്കുകയല്ല. അവിടെ ഇതെല്ലാം ഓട്ടം വെച്ചിരുന്ന് തുള്ളുന്നു. ഞാൻ കാണിച്ചു തരാം. പണി തീർന്നെന്ന് ചോദിച്ചാൽ പണി തീർന്നിട്ടില്ല. ഇനിയും പണി കിടപ്പുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ പ്രൊഡക്ടിവിറ്റി എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് പണിയെടുക്കാൻ വയ്യ. താഴെ ഇത്രയും വേണം നടക്കുമ്പോൾ എനിക്ക് എന്നിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല, പണിയെടുക്കാൻ തോന്നുന്നില്ല. അതാണ് സത്യം. അല്ലാത്ത ദിവസങ്ങളിൽ പണി കാണൂല. എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇവിടെ പണിയിട്ട് എങ്ങനെ സാധിക്കുന്നുണ്ടോ. ഇന്നത്തെ പണി ഞാനിവിടെ നിർത്തുകയാണ്. എനിക്ക് ഞാനും താഴോട്ട് പോകുന്നു. ആയിട്ട് പാട്ട് കേൾക്കുന്നില്ല, ഒന്നുമില്ല. എന്താ നടക്കുന്നു? പോയിട്ട് വരാം കൈ. കളിച്ചൊരു പരിവായി കൈ. എല്ലാം കഴിഞ്ഞ് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയപ്പോൾ തിരുവോണം ഇത്ര ഉണ്ടായിരുന്നു. എനിക്ക് 4 കാണിച്ചു. എനിക്ക് സമയം കിട്ടിയില്ല, ഇവിടെയൊക്കെ ജോലിയായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ തന്നെ എല്ലാം സുന്ദരികളായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ആരെങ്കിലും ഭർത്തമിന്റെ ആൾക്കാരുണ്ടോ? ഇനി 2 പേരുടെ ഇച്ചിരി ഓരോ ഉള്ള എന്നെ കുഞ്ഞിന് കൊടുത്തേ. ഫോട്ടോ എടുത്ത മൊബൈൽ കമ്പനി കഴിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ കലാപരിപാടികൾ ഡ്രസ്സൊക്കെ മാറി. ഇനി ഫുൾ ഗെയിം മോഡ്. കസേരകളിക്ക് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കസേരകളിന്ന് വെച്ച് നമ്മൾ തുടങ്ങാൻ പോവാണ്.
അയ്യാ തോറ്റിന് കരയുന്ന സമ്മാനം കൊടുക്കാൻ ശാന്തമ്മ ഇപ്പൊ കൊടുക്കുന്നതായിരിക്കും. കഴിച്ചോ വിജയത്തിന്റെ സ്വാഗതമുണ്ട്. അങ്ങനെ കസേരകൾ കഴിഞ്ഞിട്ട് നമ്മൾ ലെമൺ ആൻഡ് സ്പൂൺ ആണ് കളിച്ചത്. ശാന്തമ്മ കൊടുക്കുന്നതായിരിക്കും. അടുത്ത പഴം പഴം സമ്മാനം കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷമില്ല. മോള് ജയിച്ചു. പഴം മേടിക്കാൻ പോവാ. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടും പിന്നെ രാത്രിയായി. അത് കഴിഞ്ഞ് ബിനിയമ്മ ഒരു ഗെയിം പറഞ്ഞു തന്നിട്ടായിരുന്നു പോയത്. അത് കഴിഞ്ഞ് നമ്മൾ അതാ കളിച്ചത്. കാർഡ് തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ പൊക്കി കാർഡ് അവന്റെ കൊടുക്കും. നിർദ്ദേശിക്കണം. സ്റ്റാർട്ട് പറയും. സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ കാർഡിന്റെ സിമ്പിൾ എന്താണെന്ന് പറയുന്നതാണ്. കാർഡിന്റെ സിമ്പിൾ പറയാൻ പോണ് ഹാർട്ട്. ഹാർട്ട് ആദ്യം നിന്നിട്ടുള്ള ലക്ഷ്മി ഹാർട്ട് നിൽക്കുകയും ബാക്കിയുള്ളവർ പ്രധാനമാണ്. അതിൽ ഫസ്റ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഇപ്പം സിമ്പിൾ നിർദ്ദേശിക്കുന്നതാണ്. ഡയമണ്ട് ആണ് നിർദ്ദേശിക്കുന്നത്. ഡയമണ്ടിൽ അടുത്ത സിമ്പിൾ ഇപ്പോൾ കാണിക്കുന്നതാണ്. മത്സരം സ്റ്റാർട്ട് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മത്സരത്തിന്റെ സിമ്പിൾ ഇപ്പോൾ പറയുന്നതാണ്. സിമ്പിൾ ഇപ്പോൾ പറയുന്നതാണ്. എല്ലാവരും മത്സരത്തിന്റെ സിമ്പിൾ ഹാർട്ടാണ്. ഇനി രണ്ടേ പേര് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇനി
ഇനി ഞാൻ തിരിഞ്ഞു നടത്തുന്നു. ഇനി വല്ലൊക്കെ സംഭവിക്കും. ഇത് കളി രണ്ട് കള്ളത്തിന് മത്സരം സ്റ്റാർട്ടായിരിക്കാണ്. സിംബൽ പറയാൻ പോവുകയാണ്. മത്സരം സ്റ്റാർട്ടാണ്. പറയാൻ പോവാണ്. ഡയമണ്ട് ആണ്. വൗട്ടൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. വൗട്ടൻ ജയിച്ചിട്ട് വൗട്ടൻ പണം മേടിക്കാൻ പോവാ. കാട് വെച്ച് അരിപ്പണിയുടെ ഗെയിമിടെ കടിച്ച് നമ്മുടെ അച്ചു വക്കീൽ അച്ചു ഇറങ്ങിയതിനാൽ വീഡിയോ എടുക്കരുത് എന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു. അവരുടെ ടീമാണ് ജയിച്ചത്. ഫുൾ അരിപ്പണിയായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുളങ്കര കുളങ്കര കളിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. കുളങ്കരയുടെ വിജയ് അതിത്രിമോൻ പഴവും തിന്നിരിക്കുന്നു. പഴത്തിൽ കാണിച്ചു കൊടുക്കുന്നു. ക്ഷമയില്ലാതെ പക്ഷെ പഴം തിന്നിരിക്കുന്നു. മൈക്ക് കുരിപ്പിന്റെ കയ്യിൽ മേടിക്കും. തലയിൽ കേൾക്കാൻ വയ്യ ഗൈസ്. നമ്മുടെ ഓണപരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഓണത്തിനായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്.